സ്നേഹത്തിൻ തിരുബലിയിൽ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. സ്നേഹത്തിൻ തിരുബലിയിൽ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. കാഴ്ചയണയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരതാരിൽ നൽകുക നിന്നുടെ ജീവിത ഭാരങ്ങൾ. കാഴ്ചയണയ്ക്കാൻ കൈകളിലേന്തുക ജീവിത സൂനങ്ങൾ, ആക്കരതാരിൽ നൽകുക നിന്നുടെ ജീവിത ഭാരങ്ങൾ. അവയെല്ലാം നാഥൻ മുദമോടെ വാങ്ങും, അലിവേറും സ്നേഹത്താൽ കഴുകിയ എച്ചിടും. അവയെല്ലാം നാഥൻ മുദമോടെ വാങ്ങും, അലിവേറും സ്നേഹത്താൽ കഴുകിയ എച്ചിടും. സ്നേഹത്തിൻ തിരുബലിയിൽ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. കാഴ്ചയണയ്ക്കാൻ എത്തുമ്പോൾ നീ ഓർക്കുക എന്നെന്നും, സോദരനെതിരായുള്ളൊരു സ്നേഹക്കുറവുകളെല്ലാമേ. കാഴ്ചയണയ്ക്കാൻ എത്തുമ്പോൾ നീ ഓർക്കുക എന്നെന്നും, സോദരനെതിരായുള്ളൊരു സ്നേഹക്കുറവുകളെല്ലാമേ. അവയെല്ലാം വേഗം അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിടുക നീ. അവയെല്ലാം വേഗം അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചിടുക നീ. സ്നേഹത്തിൻ തിരുബലിയിൽ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം. തിരിതെളിയും ബലിപീഠം, അതിലുയരും പരിമളവും. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. ഇത് സ്വീകാര്യമായൊരു സമയം, ഇത് സ്വർഗീയ സുന്ദര നിമിഷം. ഒരു സ്വരമായി അടയാമീ ബലിവേദി.
ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖം നമ്മൾ തൻ ജീവിതത്തെ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. My dear friends, I am very happy to welcome all of you to this celebration of the Divine Liturgy in order to convey our gratitude, our reverence, our respect, our love and our adoration to the Almighty God. Our Father, John Manakare, the uncle of Mr. Sajju, will be the main celebrant. Our Father, Kiran, the parish priest of this church, will be the celebrant who gave the baptism to the little baby Titus. And I would like to welcome Father John and Father Kiran into the midst of the Indian community of the Syro-Malabar Christians and the friends. Also, I would like to welcome all the guests, all the friends who came to participate in this divine liturgy. Of course, the language that we follow is Malayalam, but the language of the Spirit, it is the language of prayer. It can be understood by everybody. And here we have been united because of the influence, because of the inspiration, and because of the guidance of the Holy Spirit. And there we are all one. And though the language may be different, we are united in the love of the Lord. And let us praise the Lord, thank the Lord, and let us commit more and more to His word and His church. We start the first hymn. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ
ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-29 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രഹാത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്തുതി. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളെന്നിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നാഥാ, നീ അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നമുക്ക് സ്വന്തമാകുവാൻ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. The Lord be with you. And also with you. A reading from the Holy Gospel according to Mark. People were bringing little children to Jesus for him to touch them. The disciples turned them away. But when Jesus saw this, he was indignant and he said to them, "Let the little children come to me. Do not stop them. For it is to such as these that the kingdom of God belongs. I tell you solemnly, anyone who does not welcome the kingdom of God like a little child will never enter it." Then he put his arms around them, laid his hands on them, and gave them his blessing. This is the gospel of the Lord. Thanks be to God. Would you like to sit down? It feels as though this is where we are united by the faith which brings us here, and which in particular brings Titus and his family to the Hock we will be visiting in a few moments' time. It is not as though God does not already love Titus. He has already experienced that love through his parents and his family, his extended family. But today marks the beginning of his journey when he begins to walk with Jesus in a new and special way. And it's good that so many of you can be here to witness that beginning, because you will also be his companions on the journey.
only through yourselves, it is only through us, that Titus and those around him will learn about the love of God, about the sacrifice of Jesus, about the coming of the Holy Spirit, about the promise of eternal life. And so whereas it is a great privilege for us to be gathered together, and a privilege for me to welcome you all here in my parish church, with privilege always comes responsibility. But responsibility need not be burdensome, it can be joyful. And when we welcome a new member into God's church, it is a joyful occasion. When we commit ourselves to support and encourage that young person with our prayers and our example, we do so joyfully. It's quite clear from the Gospel that Jesus had a special place for children. In fact, he always made exceptions for those who were small and vulnerable and seeming. And what to ask of God's church for Titus? You have asked to have your child baptized. In doing so, you are accepting the responsibility of training him in the practice of the faith. It will be your duty to bring him up to keep God's commandments as Christ taught us, by loving God and our neighbour. Do you clearly understand what you are undertaking? And God goes. Are you ready to help these parents in their duty as Christian parents? Titus, the Christian community welcomes you with great joy, and in its name I claim you for Christ our Saviour by the sign of the cross. And I make the sign of the cross on your forehead. Invite your parents and the godparents. We ask God's blessing on Titus that he will be set free from committing sin, that he will be given the strength to fulfill his calling. Almighty and ever-living God, you sent your only Son into the world, to cast out the power of Satan, the spirit of wickedness, to rescue man from the kingdom of darkness and bring him into the splendor of your kingdom of light. We pray for this child, set him free from original sin. Make him a temple of your glory, and send your Holy Spirit to you. We anoint you with the oil of salvation, in the name of Christ our Saviour. May he strengthen you with his power, to live and reign forever and ever. Amen. God uses the sacrament of water to give his divine life to those who believe in him. Let us turn to him and ask him to pour his gift of life onto this child. Father, God of mercy, through the waters of baptism, you have filled us with new life as your very own. From all who are baptized in water and the Holy Spirit, you have formed one people, united in your Son, Jesus Christ. You set us free and filled our hearts with the Spirit of your love, that we may live in your peace. You call those who have been baptized to announce the good news of Jesus Christ to people everywhere. As you have called your child Titus to this cleansing water and new birth, that by sharing the faith of your church, he might have eternal life. Bless this water in which you will be baptized. We ask this in the name of Christ our Lord. Amen. Now I'm going to invite you to renounce
sin and profess your faith in our God, who is Father, Son, and Holy Spirit, and to make these baptism promises on behalf of Titus, that he will grow in knowledge and wisdom and be able to understand those promises for himself when he is a little bit older. Dear parents and godparents, you have come here to present this child of the family. By water and the Holy Spirit, he is to receive the gift of new life from God who is love. On your part, you must make it your constant care to bring him up in the practice of the faith. See that the divine life which God gives is kept safe from the poisonous sin, to grow always stronger. If your faith makes you ready to accept this responsibility, renew now the vows of your own baptism, reject sin, and profess your faith in Christ Jesus. This is the faith of the church. This is the faith in which this child is to be baptized. So, all of you who are ready to please answer I do to the question. Do you reject Satan? Yes. And all his works? Yes. And all his empty promises? Do you believe in God the Father Almighty, creator of heaven and of earth? I do. Do you believe in Jesus Christ, his only Son, our Lord, who was born of the Virgin Mary, was crucified, died and was buried, rose from the dead, and is now seated at the right hand